ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 6:30 ഒക്കെ കഴിഞ്ഞു. സോ നമ്മൾ രാവിലെ അടുത്ത ഓരോ പരിപാടികളിലോട്ട് പോവുകയാണ്. ഇന്ന് നിച്ചുവിന് എക്സാമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലായിരുന്നു. സോ അത് ഓൾറെഡി ഷോർട്ടിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ നൈറ്റാണ് എത്തിയത്. ഇന്ന് എക്സാം ഉണ്ട്. അപ്പോൾ രാവിലെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അമ്മ കുറച്ച് ഇതുണ്ടാക്കട്ടെ. അമ്മ മോന് ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പം ഇപ്പോൾ വരും. അപ്പോൾ വന്നിട്ട് കിടക്കും കേട്ടോ. ഓക്കെ, കിടന്നു ചൂന്നേടിയിട്ടു. അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് നിച്ചുവിനെ സ്കൂളിൽ കൊടുത്തു വിടാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തു വിടണം. അപ്പോൾ മാംഗോ എന്തെങ്കിലും കൊടുത്തു വിടാം. പിന്നെ അതേപോലെ കോൺ ഉണ്ടാക്കണം, കോണും കൊടുത്തു വിടണം. ഓക്കെ, അതൊക്കെയാണ് പരിപാടി. പിന്നെ ബ്രെഡ് ടോസ്റ്റ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് എണീറ്റാൽ മതി, ഉറങ്ങിക്കോ. കുറച്ച് രാവിലെയായി, മോൻ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ നമ്മുടെ കുറ്റി. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ വൈകുന്നേരം പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതെന്താ നിച്ചുവിന് വയനാട്ടിൽ പോകുമ്പോൾ തണുപ്പത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിച്ചുവിന് അപ്പം സർപ്രൈസ് ചെയ്തതാണ് രാവിലെ തന്നെ. ഞങ്ങൾ ഇന്നലെ എത്തിയുള്ളൂ. അപ്പോൾ രാവിലെ അപ്പം എണീറ്റ് നിച്ചുവിനെ കാണിച്ചാണ്. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. നിച്ചു ഇഷ്ടമായമ്മ? എനിക്ക് ഉള്ളൊരു സ്വഭാവമാണ് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എനിക്ക് ചൂടുവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാലൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകണം. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ പാത്രമൊക്കെ ഇരിക്കട്ടെ. ഇത് ടോമൻ്റെ അമ്മയുടെ പൊടിയാണ് കേട്ടോ, കാപ്പിപ്പൊടി. കുറച്ച് അമ്മയുടേതായ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പൊടിയാണ്. നല്ല ടേസ്റ്റാണ് ഈ കാപ്പിക്ക്. അതുകൊണ്ട് തന്നെ ഇത്തവണ കുറച്ചേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. എനിക്ക് ഈ കാപ്പി ഭയങ്കര ഇഷ്ടമാണ്, ഈ പൊടി ഇട്ടിട്ടുള്ള കാപ്പി ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു കാപ്പി രാവിലെ തന്നെ കുടിക്കാം. ഇത് ഇഷ്ടമാണ്. അപ്പോൾ ലഞ്ച് ബോക്സിൽ ഇത് കൂടി ജസ്റ്റ് വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിതൊന്ന് സേവിക്കാൻ പോവാം. സ്വീറ്റ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. വീറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പം ബ്രെഡ് ടോസ്റ്റും നമ്മൾ കോണിതാ വേഗം വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് ടോസ്റ്റും കൂടി വേഗം സെറ്റ് ചെയ്യാം. ഹായ് പറഞ്ഞോ. എന്നാ ബൈ. ഞാൻ ഈ ബ്രെഡിൻ്റെ എപ്പോഴും എടുക്കുമ്പോൾ ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തിട്ടാട്ടോ എടുക്കാറ്. സോ നമുക്കത് വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മുട്ടയിലാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുട്ട നമുക്കെടുക്കാം. നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഈ മുട്ട അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു മധുരം കൂടി ഉണ്ടാവും. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. നിച്ചുവിന് ഇങ്ങനെ ഇച്ചിരി ആ ഒരു മധുരത്തോടു കൂടി ടോസ്റ്റാക്കി കൊടുക്കുമ്പോഴാണ് നിച്ചു കഴിക്കാറ് കേട്ടോ.
ഈ ഷുഗർ ആട്ടോ ഞാൻ ഈ പിന്നെ അടിച്ചു വെച്ചിരിക്കുന്ന എഗ്ഗിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ ബ്രെഡ് ഒന്ന് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉമ്മയാണോ? ഇഷ്ടപ്പെട്ടോ? ടോസ്റ്റ് എടുത്ത് വെച്ചു ഫ്രൈ ചെയ്ത്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിച്ചു എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടോ? നിച്ചു രാവിലെ എണീറ്റ് വന്നാൽ, അല്ലെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരുന്നാട്ടോ എന്നോട് സംസാരിക്കാറ്. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചു. കോണ് വെന്തിട്ടുണ്ട്. കോണും കൂടി ഈ ടിഫിൻ ബോക്സിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയായി. അങ്ങനെ കോണും കൂടി വെച്ച് നമ്മുടെ ലഞ്ച് ബോക്സ് സെറ്റായി. പോവാ, സ്കൂളിൽ പോകാൻ റെഡി ആവാ. ഇനി ഞങ്ങൾ സ്കൂളിൽ പോകാൻ റെഡി ആവാണ് ഗൈസ്. ഏത് എക്സാം? ഇന്ന് മാത്സിൻ്റെ എക്സാം ആണ്. ഇങ്ങോട്ട് നോക്കിയാ നിച്ചു. അയ്യോ വേണ്ടല്ലോ, കേറും അത്. വേണ്ട വേണ്ട നിച്ചു, നിച്ചു ഇങ്ങോട്ട് നോക്കിയേ. നിച്ചുവിനെ കൊണ്ട് സ്കൂളിലോട്ട് പോവാം. എന്നിട്ട് പയ്യാ പയ്യാ തിരിച്ചു പോവാണ്. നിച്ചുവിനെ സ്കൂളിൽ വിട്ട് ഞാൻ വീട്ടിലെത്തി. ലൈറ്റ് കുറവുണ്ട്, ഞാൻ ഒന്ന് ലൈറ്റ് ഇട്ടോട്ടെ. ഓക്കെ. വീട്ടിലെത്തിയിട്ട് ഞാനൊരു ചെറിയ ഞാൻ ഇന്നലെ വന്ന് നമ്മളിങ്ങോട്ട് കൊച്ചിയിലോട്ട് വന്നൊരു വീഡിയോ, ഞാൻ ഒരു ഷോർട്സിനുള്ളൊരു മിനി വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്തു. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒന്ന് കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അതിന് ശേഷം ഞാനപ്പോൾ വേഗം കിച്ചനെ കൊണ്ടുപോയി വിടാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചൺ അങ്ങനെ ഇട്ടിട്ട് പോയേക്കായിരുന്നു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം അത് എഡിറ്റിംഗ് ഒരു ചെറിയ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി നമ്മളൊന്ന് പുറത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രോഡ്വേ വരെ ഒന്ന് പോകണം. കുറച്ച് ക്രിസ്മസ് ഐറ്റംസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എന്നിട്ട് ഈവനിങ് നമുക്കൊരു പുൽക്കൂട് ഇവിടെ സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നാട്ടിലായതുകൊണ്ട് നമുക്കത് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊന്ന് നമുക്കിവിടെ വീട്ടിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഒന്ന് റെഡിയായിട്ട് നമുക്ക് അവിടെ പോകാം. ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ ബ്രോഡ്വേ പോയിട്ട്, അവിടെ നല്ല രസമായിരിക്കും. ക്രിസ്മസ് ടൈമിൽ നമുക്ക് ബ്രോഡ്വേ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോഡ്വേ പോകാൻ. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ നൈറ്റ് ടൈം ആണെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല വൈബായിരിക്കും. പക്ഷേ എങ്കിലും ഒരുപാട് ഐറ്റംസും ഡെക്കറേറ്റീവ് ഐറ്റംസും നല്ല രസമായിരിക്കും, ഒരുപാടുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ ആ കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാക്കി കാഴ്ചകളൊക്കെ കാണാവേ. എൻ്റെ കുട്ടി കിച്ചൺ, അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കിനി പോകാം. അപ്പം നമ്മൾ റെഡിയായിട്ട് പുറത്തോട്ട് പോകാൻ കേട്ടോ.
അങ്ങനെ നമ്മൾ ബ്രോഡ്വേ എത്താനായിട്ടോ. നമ്മൾ ബ്രോഡ്വേയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഇപ്പം ഈ ഡേ ടൈം ആയതുകൊണ്ട് നമുക്ക് അത്ര ഭംഗിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നൈറ്റ് ടൈം ആവുമ്പോൾ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളി, നല്ലൊരു ലൈറ്റ്നിങ് ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പം എങ്ങനെ ഉണ്ടാവുമെന്ന് പോയി നോക്കി നോക്കാം. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് നമ്മൾ ഉള്ളത് സീഫോൺ ഫുഡ് കോർട്ടിൽ കഴിച്ചിട്ടാണ്. ഞാൻ ബ്രോഡ്വേയിലെത്തി. ഇവിടെ ഒരുപാട് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഉണ്ടാകും. ഒരു ക്രിസ്മസ് സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വേറൊരു ക്രിസ്മസ് ഫീലാണ് കേട്ടോ. നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു വൈബ് കിട്ടും. എസ്പെഷ്യലി നൈറ്റ് ടൈം ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. ഇതൊരു കുട്ടികളുടെ ക്ലിപ്സൊക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഹോൾസെയിലായിട്ടാണ് ഇവിടുന്ന് സെയിൽ. ഒരുപാട് ഷോപ്സ് ഇവിടെ ഹോൾസെയിലായിട്ടാണ് പോകുന്നത്. ഒത്തിരി പേര് വന്നിട്ട് ഒരുപാട് ബണ്ടിൽ ഓഫ് ഷോപ്സൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ബണ്ടിലായിട്ട് എടുത്തിട്ട് പോകുന്ന ഒരുപാട് ഷോപ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. സിംഗിൾ പീസസ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്, പക്ഷേ മോസ്റ്റ്ലി ഹോൾസെയിലായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ ഞാൻ നിച്ചുവിന് കുറച്ച് ക്ലിപ്സൊക്കെ നോക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് വാങ്ങാറുണ്ട് ക്ലിപ്പുകൾ. വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് എന്തെങ്കിലും കാണുമ്പോൾ, ബണ്ണുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒക്കെ വന്ന് വാങ്ങാറുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റംസ് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഇതിൽ നോക്കിക്കാണാം. വെറൈറ്റീസ് ഓഫ് സ്റ്റാറുകളുണ്ട്. പിന്നെ ഞാൻ അധികം ഡെക്കർ ഐറ്റംസ് ഒന്നും വാങ്ങുന്നില്ല, ബിക്കോസ് എൻ്റെ കയ്യിൽ ഓൾറെഡി ബോൾസും ബെൽസും ഒക്കെ ഉണ്ട്. അതേപോലെ പുൽക്കൂടും ട്രീ ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്ത ഈ റെഡ് കളറിലുള്ള ചെറീസ്, ഗോൾഡൻ കളർ ചെറി, ഇതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ ഇല്ലാത്തത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നിച്ചുവിനൊക്കെ സ്കൂളിൽ സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിസ്മസ് ഹെയർ ബാൻഡ്, കണ്ണട, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് വാങ്ങി. പിന്നെ അതേപോലെ ഈ ചെറികൾ, റെഡ് കളർ ചെറി, ഇതൊന്നും എൻ്റെ കയ്യിലില്ലാത്ത കളക്ഷൻ ആയതുകൊണ്ട് ഞാനത് കുറച്ച് അധികമൊന്നും വാങ്ങിയില്ല. നമുക്ക് ആവശ്യമുള്ള ഒരു 3-4 അങ്ങനെ ഒരു പീസസ് വാങ്ങിയിട്ടുള്ളൂ. ബാക്കി ബോൾസ് ഒന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. ഇത് പണ്ടുള്ളൊരു വെറൈറ്റി പുൽക്കൂടാണ്. അതൊന്നും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാഴ്ചകളൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എന്തായാലും നല്ല ഒരു വൈബാണ് ബ്രോഡ്വേയിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ, എസ്പെഷ്യലി ഇൻ ക്രിസ്മസ് ആ ഒരു ടൈമിൽ. ഷൂവിന് കുറച്ച് ക്ലിപ്സ്, ബണ്ണൊക്കെ വാങ്ങി. വീടല്ലേ നിച്ചുവിൻ്റെ പുതിയ ക്രിസ്മസ് ഹെയർ ബാൻഡ്, കണ്ണാട ഒക്കെ വാങ്ങിയത് നിച്ചൊന്ന് ഇട്ട് വെക്കാണ്. അത് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അപ്പ വന്നിട്ട് നമുക്ക് നൈറ്റ് ടൈമിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂട് സെറ്റ് ചെയ്യാം. അങ്ങോട്ട് വാ. സൂപ്പരാ, ഇഷ്ടമായോ? ഇതാ നമ്മൾ കാഷ്യൂ ബർഫി ആട്ടോ ഇത്. സോ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സ്വീറ്റാണിത്. കാഷ്യൂൻ്റെ ഒക്കെ ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവർ. അത് നല്ലൊരു ഇഷ്ടമുള്ളൊരു സ്വീറ്റാണിത്. എന്താ എടുത്ത് വെക്കുന്നേ? അങ്ങനെ ഗുഡ് ഗേൾസ് ഒക്കെ എടുത്ത് വെക്കും കേട്ടോ. ഓക്കെ നിച്ചു, അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. നിച്ചു ചായ കുടിച്ചു കഴിഞ്ഞോ? ഇഷ്ടമായോ നിച്ചുവിനിത്? നൈറ്റ് രാത്രിക്കുള്ള ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നത്തൾ ഫ്രൈ ചെയ്യുന്നതാണ്. നത്തളും ഉണ്ട്, അതേപോലെ നമ്മുടെ മത്തി ചാള മത്തി എന്നൊക്കെ പറയുന്ന മീനുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ക്യാരറ്റ് മെഴുക്ക് വരട്ടിയുണ്ടാകും. പിന്നെ ഒരു മോര് കറിയും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി രാത്രിത്തെ ഡിന്നർ പ്രിപ്പറേഷനാണ് അടുത്ത്. ക്യാരറ്റിന് അരിഞ്ഞു വെച്ചു. ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഞാൻ കാപ്പി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പി ഉണ്ടായിരുന്നു. നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. ഇനി അതിലോട്ട് ക്യാരറ്റും വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഇല്ല കേട്ടോ. ക്യാരറ്റ്, പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നത്തളുണ്ട്, മത്തിയുണ്ട്. ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്യണം. ഞാൻ ക്യാരറ്റ് മെഴുക്ക് വരട്ടിയിൽ ക്യാരറ്റും
വെള്ളിയുള്ളിയും, അതായത് ഒണിയനും നല്ല കുനുകുനാ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, തിന്നായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. മെഴുക്ക് പുരട്ടി ആയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ മെഴുക്ക് പുരട്ടിയാണ്, പക്ഷെ നല്ലതാണ്, ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാണ്. ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നത്തൾ, ചിലയിടത്ത് പറയും കൊഴുവ എന്നൊക്കെ പറയും, പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞു മീനാണ്. നല്ല ടേസ്റ്റുമാണ്. അതോ ഞാൻ ബാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമ്മുടെ കയ്യിലുള്ള ബോൾസും റിങ്സും ബെൽസൊക്കെയാണ് കേട്ടോ. ഇത് നമ്മൾ ഒന്ന് വാങ്ങിയതൊന്നല്ല, കുറേ കാലങ്ങളായിട്ട്, ഒരു 2 വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ള ബോൾസും റിങ്സാണ്. പിന്നെ നമ്മളിങ്ങനെ ഓരോ ക്രിസ്മസ് സെലിബ്രേഷൻ വരുമ്പോൾ വാങ്ങുന്നതാണ്. ഇപ്പം ആക്കാം. നമ്മൾ ട്രീ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിച്ചു അപ്പയും കൂടിയാണ് ചെയ്യുന്നത്. നോക്കട്ടെ. ഓസപിതാവാടാ അത്. ഇത് നമ്മൾ എപ്പോൾ വാങ്ങിയ ഇതാ ഈ രൂപങ്ങൾ വാങ്ങിയിട്ട് 3 വർഷമായി അല്ലേ? ഈ പുൽക്കൂടോ ഇത് ബ്രോഡ്വേ എന്നല്ലേ പുൽക്കൂട് വാങ്ങി? ഇവിടെ വാങ്ങിയതാ? ഏതമ്മ ഈ രൂപങ്ങൾ എവിടെ നിന്ന് വാങ്ങി? നമ്മൾ മാന്നാനത്തുനിന്ന്. നമ്മൾ മാന്നാനം പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നു. ഇപ്പം 3 വർഷമായില്ലേ? നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ പുൽക്കൂട് നമ്മുടെ ഫൈനലി നമ്മുടെ പുൽക്കൂട് റെഡിയായി കേട്ടോ. വാങ്ങിയതാണ്. അപ്പം നമ്മൾ ഇന്ന് വാങ്ങിയതും ഐറ്റംസും ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു തൂക്കടാ. അങ്ങനെ തിരിച്ച് അങ്ങനെ അങ്ങനെ. വെരി ഗുഡ്. ഇത് വേറെ എവിടെ തൂക്കിട്ടോ? ഇത് ഇന്ന് വാങ്ങിയതാണ്. ഞാൻ ഇന്ന് ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയത്. നമ്മുടെ ട്രീ ഏകദേശം സെറ്റായി. ഇതാ ഇവിടെ പുൽക്കൂടിൽ ലൈറ്റ് ഇടുകയാണ്. ഇവിടെ പുൽക്കൂട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിച്ചുവാണ് കേട്ടോ. അല്ല, പുൽക്കൂടല്ല, ട്രീയിൽ ഓരോന്നും ഇട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെറ്റാക്കുന്നത് ഇപ്പം നിച്ചുവാണേ. നിച്ചു എന്താ നിച്ചുവിൻ്റെ ട്രീ കണ്ട് അപ്പോൾ നമ്മൾ ട്രീയും പുൽക്കൂടും സെറ്റപ്പ് ലൈറ്റ്സ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫൈനൽ നിച്ചു സ്വന്തം ചെയ്യും. നിച്ചു അല്ല ഇത്രയും ചെയ്തത്. അപ്പം നിച്ചു ഫുള്ളും ബോൾസും റിങ്സൊക്കെ ഇടും. കുഴപ്പമില്ല. അമ്മയ്ക്ക് 2 എടുത്തമ്മ. ഇത് പൊട്ടി കഴിച്ചു. പൊട്ടാത്ത തരുമോ? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കച്ചനെ ബ്രോഡ്വേന്ന് വാങ്ങിയ, ഇന്ന് പോയപ്പോൾ വാങ്ങിയ കണ്ണടയും ഹെയർ ബാൻഡൊക്കെ ഇട്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോഴും പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ ലൈറ്റ് ഇടുവാണ്.
ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ റെഡിയായി. ലൈറ്റ്സ് ഒക്കെ ഇട്ട് അതുണ്ട് അല്ലേ, അത് നമുക്ക് ചെയ്യാൻ മുത്തേ, അത് ഇടാം. ഈ ലൈറ്റ്സ് ഓഫ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇടും. ഇത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാലേ, നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷം. എടുക്കുക സൈഡിൽ നിന്ന്